ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മദ്യപാനശീലം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ മദ്യപാനികൾക്കിടയിൽ കാലം എത്ര കഴിഞ്ഞാലും മാറാത്ത ഒന്നാണ് ചില്ല് ഗ്ലാസിനോടുള്ള പ്രിയം. വിപണിയിൽ പലതരം സ്റ്റീൽ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ ലഭ്യമാണെങ്കിലും മദ്യപാനികൾ എന്തുകൊണ്ടാണ് ചില്ല് ഗ്ലാസിനെ തന്നെ ആശ്രയിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, രുചിയും ഗുണമേന്മയും നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില്ല് ഗ്ലാസ് രാസപരമായി പ്രതികരിക്കാത്ത വസ്തുവാണ്. അതുകൊണ്ട് മദ്യത്തിന്റെ രുചിയും മണവും ഗുണമേന്മയും മാറ്റമില്ലാതെ നിലനിൽക്കും. മറ്റൊന്ന് ആരോഗ്യ സുരക്ഷയാണ്. പ്ലാസ്റ്റിക് ഗ്ലാസ്സിലും പാത്രത്തിലുമൊക്കെ മദ്യം ഒഴിച്ചു വെച്ചാൽ അതിലെ രാസവസ്തുക്കൾ മദ്യത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട്. ചില്ല് ഗ്ലാസ്സിൽ അത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. മൂന്നാമത്തേത്, മണമറിയാൻ സാധിക്കുന്നു എന്നതാണ്. ചില്ല് ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ മദ്യത്തിന്റെ മണം വ്യക്തമായി അറിയാൻ സാധിക്കും. ചില്ല് ഗ്ലാസ് താപനില നിയന്ത്രിക്കാൻ സഹായിക്കും. അതായത് ഗ്ലാസ് ചൂടിനെ വേഗത്തിൽ കൈമാറില്ല. അതുകൊണ്ട് മദ്യം അതിന്റെ ശരിയായ താപനിലയിൽ കൂടുതൽ സമയം നിലനിൽക്കും. ഗ്ലാസ് സുതാര്യമായതുകൊണ്ട് മദ്യത്തിന്റെ നിറം, തെളിച്ചം എന്നിവ കാണാനും അനുഭവിക്കാനും കഴിയുന്നു. മാത്രമല്ല, മദ്യപാനത്തിന് ചില്ല് ഗ്ലാസ് ഉപയോഗിക്കുന്നതിന് പാരമ്പര്യവശം കൂടിയുണ്ട്. പുരാതന കാലത്ത് മനുഷ്യർ മദ്യം കുടിച്ചിരുന്നത് മൺപാത്രങ്ങളിലും ലോഹപാത്രങ്ങളിലുമായിരുന്നു. പക്ഷെ ആ പാത്രങ്ങൾ മദ്യത്തിന്റെ രുചിയും മണവും മാറ്റിയിരുന്നു. ക്രമേണ ചില്ല് ഗ്ലാസ് കണ്ടുപിടിച്ചപ്പോൾ അതിനെ ശുദ്ധമായ പാത്രമായി കണക്കാക്കി. അക്കാലത്ത് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ രാജാക്കന്മാരും പ്രഭുക്കളും മദ്യം കുടിച്ചിരുന്നത് അലങ്കാരങ്ങളുള്ള ചില്ല് ഗ്ലാസ്സിലായിരുന്നു. അന്ന് ചില്ലു ഗ്ലാസുകൾ അപൂർവമായതുകൊണ്ട് തന്നെ അത് അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും അടയാളമായി മാറി. പിന്നീട് സാമൂഹിക ചടങ്ങുകൾ, ആചാരങ്ങൾ, വിരുന്നുകൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ ഇവയിലൊക്കെ ചില്ല് ഗ്ലാസ് ഔപചാരികതയായി കാണാൻ തുടങ്ങി. മറ്റൊന്നാണ് മദ്യപിക്കുമ്പോൾ ഗ്ലാസുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചേഴ്സ് പറയുന്നത്. ഇത് പണ്ട് മുതലേ ചെയ്തു വരുന്ന പതിവാണ്. എന്തിനു വേണ്ടിയാണ് ഗ്ലാസുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചേഴ്സ് പറയുന്നത്? അതിനു പിന്നിലും ഒരു കാരണമുണ്ട്. പുരാതന കാലത്ത് ആളുകളെ വിഷം കലർത്തി കൊല്ലുന്നത് സാധാരണമായിരുന്നു. അതുകൊണ്ട് മദ്യപിക്കുമ്പോൾ ഗ്ലാസുകൾ തമ്മിൽ ശക്തമായി കൂട്ടിമുട്ടിച്ചാൽ രണ്ട് ഗ്ലാസുകളിലെയും മദ്യം പരസ്പരം കലരും. വിഷം കലർന്നത് ഒഴിവാക്കാനായിരുന്നു ഇത് യുദ്ധത്തിന് മുൻപ്, ഉടമ്പടികൾക്ക് ശേഷം, വിവാഹം പോലുള്ള ചടങ്ങുകൾ ഇവയിലൊക്കെ ഇത് പതിവാകുകയും കാലം കടന്നുപോയപ്പോഴും ആ രീതി തുടർന്നു പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ മദ്യപാനം എന്നത് കേവലം ഒരു ശീലത്തിനപ്പുറം നൂറ്റാണ്ടുകളുടെ ചരിത്രവും ശാസ്ത്രീയമായ ചില വശങ്ങളും ഒത്തുചേരുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പാത്രത്തിന്റെ ഗുണമേന്മയും പാരമ്പര്യവും മദ്യപാനത്തിൽ പ്രധാനമാണെങ്കിലും അതിലുപരി സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഓർക്കുക, ഏത് വില കൂടിയ ചില്ല് ഗ്ലാസ്സിൽ ഒഴിച്ചാലും മദ്യം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്.